സർക്കാർ കെ.പി.സി.സി ഏകോപനം വരുന്നു. എല്ലാ കാലത്തുമുള്ള ഒരു പരാതിയാണ്, ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം, CPI-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഞ്ചായത്ത് മുതൽ അസംബ്ലി വരെ, പാർലമെന്റ് അവർക്ക് കിട്ടിയിട്ടില്ല ഭരിക്കാൻ, അതുകൊണ്ട് പഞ്ചായത്ത് മുതൽ അസംബ്ലി വരെ പാർലമെന്ററി പാർട്ടിയുണ്ട്. ഈ പാർലമെന്ററി പാർട്ടിയിൽ പാർട്ടി നേതാക്കളും കാണും, ജയിച്ച ജനപ്രതിനിധികളും കാണും. അവിടെ വെച്ച് പാർട്ടിയുടെ തീരുമാനങ്ങൾ കൃത്യമായി ജനപ്രതിനിധികളോട് പറയുകയും അവർ അത് ഗവൺമെൻറ്റിൽ നടപ്പിലാക്കുകയും ചെയ്യും. ജനപ്രതിനിധികളാണ് വെറും ഒരു നടപ്പിലാക്കുന്ന ടൂള് മാത്രമാണ്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്താൽ CPM ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി ആയിരിക്കും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും. കാരണം അവർ പാർലമെന്ററി പാർട്ടി തീരുമാനമെടുത്ത് അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി ബാധ്യസ്ഥമാണ്. CPM-ൻ്റെ കാര്യം CPM. കോൺഗ്രസിൽ പക്ഷേ അങ്ങനെ ഒരു ഭയങ്കരമായ പാർലമെന്ററി പാർട്ടിയെ കൊണ്ട് സംവിധാനമൊക്കെ അവർക്കുണ്ട്. പക്ഷെ അത് കൂടി കർശനമായ നിയമങ്ങളോ മോണിറ്ററിങ്ങോ നിരീക്ഷണമോ ഇവാലുവേഷനോ ഒന്നും കോൺഗ്രസിൽ അത്ര കാണാറില്ല. കേരള കോൺഗ്രസിലൊന്നും ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ലീഗിലും അങ്ങനില്ല. കമ്മിറ്റികളുടെ സംവിധാനമുണ്ട്, പക്ഷേ CPM-ലും CPI-ലും ഇത് കർശനമാണ്. അതുപോലെയാണ് പലപ്പോഴും CPM-ലും CPM-ലും ഒക്കെ പറയുന്നത് മുഖ്യമന്ത്രി അല്ല വലുത്, പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിക്കാണ് പവർ കൂടുതൽ. പാർട്ടി സെക്രട്ടറി വിചാരിക്കുന്ന കാര്യം, ഒരു കത്ത് കൊടുത്താൽ, ഒന്ന് ഫോൺ ചെയ്താൽ, ആർക്കെങ്കിലും വേണ്ടി ശുപാർശ നടത്തിയാൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല, പാർട്ടിയാണ് തീരുമാനിക്കുക. കീ പോസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അതുപോലത്തെ ഓട്ടോണമസ് സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ തീരുമാനിക്കുന്നത് AKG സെൻറ്ററിലാണ്. അതിന് സബ് കമ്മിറ്റിയുണ്ട്. ആ സബ് കമ്മിറ്റി എടുത്തു കൊടുക്കുന്ന തീരുമാനം മാത്രമേ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റൂ. ഇനി ഏതെങ്കിലും മന്ത്രിമാർക്ക് ആരോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ബയോഡേറ്റ വാങ്ങി ഈ സബ് കമ്മിറ്റിക്ക് കൊടുക്കുക, അവരുടെ അഭിപ്രായം പറയുക, എന്നിട്ട് സബ് കമ്മിറ്റി തീരുമാനം എടുത്തു കൊടുക്കുക. എന്തായാലും അൾട്ടിമേറ്റ് തീരുമാനം AKG സെൻറ്ററിൽ നിന്നാണ്. പക്ഷേ ഇതിന് വലിയ മാറ്റം വരുത്തിയത് പിണറായി വിജയനാണ്. പിണറായി വിജയനോട് അങ്ങനെ ഒരു അഭ്യാസവും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസെല്ലാം തീരുമാനിക്കും. അല്ലാതെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നോ സംസ്ഥാന സമിതിയിൽ നിന്നോ അങ്ങനെ തീരുമാനങ്ങൾ പറഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്ന രീതി പിണറായിയുടെ കാലത്ത്, അച്യുതാനന്ദൻ്റെ കാലത്തോടുകൂടി അത് അവസാനിച്ചു. അച്യുതാനന്ദൻ്റെ കാലത്ത് സുരേഷ് കുമാറും ഷാജഹാനും ഒക്കെ പറയുന്നതനുസരിച്ച് APS-മാരായിരുന്ന ജോസഫ് മാത്യുവും സുരേഷ് കുമാറും IAS-ഉം ഒക്കെ അവരെല്ലാവരും പറയുന്നത്, ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്, AKG സെൻറ്ററിലേക്ക് കൃത്യമായി ഗംഗാധരൻ്റെയും അതുപോലെ S രാജേന്ദ്രൻ്റെയും KN ബാലഗോപാലിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ ഫയലുകളും അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് AKG സെൻറ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നോട്ട് വെച്ച്, സെപ്പറേറ്റ് നോട്ട് വെച്ച് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൊണ്ടുപോയി ഫയലുകൾ ഉത്തരവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന വളരെ വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം CPM-ൻ്റെ കഥയാണെങ്കിൽ കോൺഗ്രസിൽ അത്ര ഒരു വലിയ പ്രശ്നമില്ല. കോൺഗ്രസ് മന്ത്രിമാർ വിചാരിക്കുന്ന ആളുകളെ അവർക്ക് വയ്ക്കാൻ പറ്റും. പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച പലരെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പോസ്റ്റുകളെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അത് നടക്കുന്നു. പക്ഷേ ഒരു ഏകോപനത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഏകോപനം വേണം. അതുപോലെ KPCC ഓഫീസിലേക്ക് ശുപാർശകൾ, മറ്റ് വിവിധ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ശുപാർശകളായി വരുന്നവരോട് DCC-യുടെ കത്ത് വാങ്ങി നേരിട്ട് കൊടുക്കാൻ പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കുറിച്ചും അവർ ആലോചിക്കുന്നതായി വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെ മാറ്റാൻ, സണ്ണി ജോസഫ് മന്ത്രിയായതോടുകൂടി KPCC പ്രസിഡന്റ് മാറുകയാണ്. അതിൽ ഒരു ഡസനോളം പേർ, ബെന്നി ബെഹനാൻ അടക്കമുള്ള ഒരു ഡസനോളം പേരുകൾ കേൾക്കുന്നുണ്ട്. കൊടുക്കുന്നിൽ സുരേഷിനൊക്കെ വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. ആരാണ് വരിക എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതുപോലെ 7 DCC-കൾക്ക് പ്രസിഡന്റുമാരെ പുനർനിർണ്ണയിക്കേണ്ടതുണ്ട്. KPCC ഭാരവാഹികളായിട്ടുള്ള വിഷ്ണുനാഥും ലിജുവും ഒക്കെ ഈ മന്ത്രിമാരായി മാറി. അപ്പോൾ അവർ മന്ത്രിമാരായി മാറിയപ്പോൾ അതിന് പകരം ഭാരവാഹികളെ വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ KPCC-യിലും വളരെ വലിയ പുനഃസംഘടന നടക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആരെ വെക്കണം, ഏതൊക്കെ പരിപാടികൾ ആരെയൊക്കെയാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സമ്പൂർണ്ണമാകണം. ഇനിയും പല പേഴ്സണൽ സ്റ്റാഫുകളിലും ആളുകൾ വന്നിട്ടില്ല. അതുപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കീ പോസ്റ്റുകളിൽ, വളരെ പ്രധാനപ്പെട്ട ബോർഡുകളിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, വകുപ്പുകളിൽ, സ്ഥാപനങ്ങളിൽ, പിന്നെ ഏജൻസികളിൽ, ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, മാനേജിംഗ് ഡയറക്ടർമാർ, CEO-മാർ, ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, ഇങ്ങനെ തുടങ്ങിയ നിരവധി സമിതികൾക്ക് ആളുകളെ ചുമതലപ്പെടുത്താനുണ്ട്. അതിൻ്റെ പരിപാടിയും KPCC ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഒന്നാമത്തെ വിഷയം ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അതിനിടയിൽ പുതുക്കിയ ധവളപത്രം കൊണ്ടുവരേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ബഡ്ജറ്റ് സമ്മേളനം നടന്നു. ഇന്നലെയോടുകൂടി അതെല്ലാം ഒരു കര പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ആഴ്ചകളിൽ
KPCCയുടെ യോഗത്തിൽ ഇതുണ്ടാകുമായിരിക്കും. കൃത്യമായി ഏകോപനത്തിനുള്ള ഒരു സമിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമിതി കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഏകോപനം നടത്തിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഏകോപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു നിയതമായ കൃത്യമായ ഒരു എന്താ പറയുക വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു ഏകോപനത്തിന് ഇപ്പോൾ സമിതിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏകോപനം നടക്കുന്നില്ല. ആ ഏകോപനമില്ലായ്മയുടെ ചില പ്രശ്നങ്ങളും കാണുന്നുണ്ട്. എന്തായാലും നിരവധി ആളുകളെ ഇനിയിപ്പം തസ്തികകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പൂർണ്ണമാകണം. ഭരണം ട്രാക്കിൽ കയറണം. അതിനിടയിൽ 100 ദിവസത്തെ 541 പരിപാടികളും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് കാഴ്ചവെക്കുന്നത്. എന്തായാലും KPCC സർക്കാർ ഏകോപനം ഉടനെ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.